കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവ കേന്ദ്രത്തിന്റെ പേര് മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മേരാ യുവഭാരത് എന്ന വെബ്സൈറ്റിൽ മാറ്റം വരുത്തി. അതേസമയം പേരുമാറ്റം സംബന്ധിച്ച കാരണം കേന്ദ്ര സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതിനി ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ടോ? അതായത് നെഹ്റുവിനെ പൂർണ്ണമായും മാച്ചു കളയുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു അജണ്ടയ്ക്ക് പിന്നിലുള്ളത്. അതായത് BJPയുടെ ആ ഒരു കാവ്യവൽക്കരണ നടപടിയുടെ ഭാഗം എന്ന് നമുക്ക് നഗ്നമായി തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ ആ ഒരു അജണ്ടയ്ക്ക് പിന്നിൽ എന്താണെന്നുള്ളത്. കാരണം നമുക്ക് ഈ NCERT-യിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിലടക്കം ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ കാണിക്കുന്നു, കാവ്യവൽക്കരണം കൊണ്ടുവരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ പേരുകൾ പോലും മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം അല്ലേ? പിന്നെന്താ. 1972 പ്രവർത്തനം ആരംഭിച്ച നെഹ്റു യുവകേന്ദ്രത്തിന്റെ പേരുമാറ്റി പകരം മേരാ യുവഭാരത് എന്നാണ് NYKയുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രത്തിന്റെ പേരുമാറ്റം സംബന്ധിച്ച് നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർമാർക്കും നോഡൽ ഓഫീസർമാർക്കും അറിയിപ്പ് ലഭിച്ചു. ലോഗോ ഉൾപ്പെടെ മാറ്റാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ പേരുമാറ്റത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം ജില്ലാ ഓഫീസർമാർ പേരുമാറ്റത്തിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. ഗ്രാമീണ യുവാക്കൾക്ക് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കുക, അതോടൊപ്പം അവരുടെ വ്യക്തിത്വത്തിന്റെയും കഴിവുകളുടെയും വികസനത്തിന് അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് 1972 നെഹ്റു യുവകേന്ദ്രങ്ങൾ സ്ഥാപിതമായത്. 1987-88 ഈ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കാൻ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമായാണ് പേരുമാറ്റമെന്ന കടുത്ത വിമർശനങ്ങളാണ് ശക്തമാകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.